അപ്പോൾ ഗൈസ് നമ്മൾ പോകുന്ന കാരാപ്പുഴ ഡാമിലേക്കാണ്. അത് ഈ വണ്ടികളെ ക്യൂ വണ്ടിയില്ലേ, ഒരു 5 കിലോമീറ്റർ ഉണ്ടാവില്ലേ ക്യൂ. നമ്മള് ബൈക്കിന്ന് കുറെ ബാക്കിൽ വെച്ചിട്ടോ അങ്ങോട്ട് വരുന്നത്. എടക്കൽ ഗുഹ പോയപ്പോ അവിടെ ക്ലോസ്, പിന്നെ എന്നൂര് പോയപ്പോ അവിടെ ക്ലോസ്. ഇന്ന് ടോട്ടല് പനി പാളി കിടക്കുക. അപ്പൊ ഇനി പോണോടത്തോളം പോട്ടെന്ന് വിചാരിച്ചു. ഇനി അടുത്ത് നമ്മൾ കാരാപ്പുഴ ഡാമിലേക്കാണ്. അതിപ്പോ എപ്പോ എത്തുന്നുള്ള ടോട്ടല് പനി പാളി കിടക്കുകയാണ്. നമ്മള് ഇവിടെ വയനാട് വന്നേ, ഇത് കണ്ടില്ലേ, ഫുള്ള് ബ്ലോക്ക് ആയിട്ടാണ് ഈ കിടക്കുന്നത്. ഒരു രക്ഷയില്ല. കാരാപ്പുഴ ഡാമിലേക്കുള്ള ഒരു തിരക്കാണ് കേട്ടോ ഈ കാണുന്നത്. ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് കിലോമീറ്ററുകളോളം ബ്ലോക്കായിരുന്നു. ഈ ഒരു ഡാമിലേക്ക് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഉദ്ദേശിച്ച സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്നൂരും പിന്നെ എടക്കൽ കോട്ടയായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ രണ്ട് സ്ഥലത്തേക്കും നമ്മൾ പോയപ്പോൾ ടിക്കറ്റ് കിട്ടിയില്ല. അവിടെ 2000 പേർക്കാണ് ടിക്കറ്റ് കൊടുക്കുക. പക്ഷെ ആ ടിക്കറ്റ് ഫുള്ളായിരുന്നു എന്നൂരിൽ. അതേപോലെ തന്നെ എടക്കൽ ഗുഹയിലും 2000 പേർക്കാണ് ടിക്കറ്റ് കൊടുക്കുക. അപ്പോൾ അവിടെയും നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ വയനാടൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എന്നൂര് എടക്കൽ ഗുഹയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. ഒരുപാട് ആൾക്കാർ മടങ്ങി പോകുന്നുണ്ട്. നമ്മൾ വയനാട് പോവുകയാണെങ്കിൽ ഒരു ദിവസത്തിലൊന്നും നമുക്ക് സ്ഥലങ്ങൾ ഫുള്ള് കണ്ടു തീർക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലം വേറൊരു ഭാഗത്താണെന്നുണ്ട്, പിന്നെ ഒരു ഭാഗത്തേക്ക് പോകുന്നത് 50-60 കിലോമീറ്റർ പോകണം. നമ്മൾ വയനാട് ഫുള്ള് കറങ്ങുന്നത് ഏകദേശം ഒരു ആഴ്ചയെങ്കിലും വേണം. എന്നാലും നമുക്ക് വയനാട് ഫുള്ള് നമുക്ക് കറങ്ങി കാണാൻ പറ്റുള്ളൂ. നമ്മൾ ഇവിടുന്ന് 1 ഡേ ടൂർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്യുക ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടതെന്നുള്ളത്. നമ്മൾ പോകുന്നതിൻ്റെ മുന്നേ അവിടെ ടിക്കറ്റ് കിട്ടുമോ എന്നുള്ളത് കൂടി നമ്മൾ നോക്കുക. ഇല്ലെങ്കിൽ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ട് പോവുക. ഈ 2 സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ എന്തായാലും ഇവിടുന്ന് ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് പോകാൻ പാടുള്ളൂ. എന്നുവെച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടില്ല. പിന്നെ അത്രയും നേരത്തെ അവിടെ പോയിട്ട് അവിടെ 9 മണിക്കാണ് ഓപ്പൺ ആക്കൽ. ഏകദേശം ഒരു 8 മണിക്കൊക്കെ പോയിട്ട് ക്യൂ നിൽക്കേണ്ടി വരും. ആ ക്യൂ നിൽക്കുന്ന പറഞ്ഞാൽ ഒരു 100 പേർക്ക് 200 പേർക്ക് ടിക്കറ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഓൺലൈനിൽ ഫുള്ളായിരിക്കും. അപ്പോൾ വയനാടൊക്കെ ഈ കാരാപ്പുഴ ഡാം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. നല്ല സംഭവം, നമ്മൾ ഉദ്ദേശിച്ചല്ല അങ്ങോട്ട് പോകുന്നതെങ്കിലും പക്ഷെ അടിപൊളിയായിരുന്നു. കുറച്ച് ലോങ് ഓടാനുണ്ട്. നമ്മളോട് പലരും പറഞ്ഞ കുറച്ച് കിലോമീറ്ററുള്ളൂ പറഞ്ഞു. പക്ഷെ നമ്മൾ അത്യാവശ്യം ഓടിയിട്ടുണ്ട്. ഒരു 10-50 കിലോമീറ്ററോളം നമ്മൾ എന്നൂരിൻ്റെ അവിടുന്ന് ഒരു ലൊക്കേഷൻ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മളെന്താ വെച്ചാൽ അന്വേഷിച്ചപ്പോൾ അങ്ങോട്ട് 20 കിലോമീറ്റർ ഉള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ അത്രയല്ല, ഒരു 10-50 കിലോമീറ്റർ ഉള്ളിൽ കൂടെ ഒരു കാട്ടിൽ കൂടെ ഒക്കെ ഓടാനുണ്ട്. നല്ല രസകരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു അങ്ങോട്ട് പോകുമ്പോൾ. പക്ഷെ അവിടെ പോയപ്പോൾ സംഭവം അടിപൊളിയായിരുന്നു. നല്ല തിരക്കും കാര്യങ്ങളായിരുന്നു. നമ്മൾ പോകുമ്പോൾ നമുക്ക് ഈ കാരാപ്പുഴ ഡാം ആദ്യമായിട്ട് പോകുന്നു, അപ്പോൾ വലിയൊരു പ്രതീക്ഷ ഒന്നും ഇല്ലായിരുന്നു അവിടെ എന്താവും എങ്ങനെയാണ്. പക്ഷെ പോയപ്പോൾ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വയനാടൊക്കെ പോകുമ്പോൾ ഈ കാരാപ്പുഴ ഡാമിൽ എല്ലാവരും ഒന്ന് സന്ദർശിക്കുക. നല്ല അടിപൊളി സ്ഥലം കേട്ടോ, ഒന്നും പറയാനില്ല. എന്നുവെച്ചാൽ അവിടെയൊക്കെ ഈ ഫ്ലവറുകളൊക്കെ വെച്ച് നല്ല ഒരു അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഞാൻ കൊത്തിരുവോ.
അറിയില്ല ഇതിനൊക്കെ ജനങ്ങൾക്ക് ഇതൊരു മെനക്കെട്ട ടൈം കിട്ടുക.